എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ പുതിയ പഠനത്തിലേക്ക് സ്വാഗതം. ഇസ്ലാമിക ചരിത്രം. ഈ ഒരു വാക്ക് കേൾക്കുമ്പോഴേ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് എന്താ ആദ്യം വരുന്നത്? ചിലപ്പോൾ മരുഭൂമിയിലെ വലിയ സാമ്രാജ്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള പള്ളികൾ, അതുമല്ലെങ്കിൽ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരുടെ കഥകളായിരിക്കാം. ഏതായാലും നമ്മളിന്ന് ആ വലിയ ചരിത്രത്തിലേക്കുള്ളൊരു യാത്രയുടെ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാൻ പോകുകയാണ്. അപ്പോ നമുക്ക് ആദ്യം തന്നെ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങിയാലോ? ചരിത്രമെന്ന് പറഞ്ഞാലെന്താ? വെറുതെ കുറെ പഴയ കഥകൾ മാത്രമാണോ അത്? പണ്ട് ജീവിച്ചിരുന്ന കുറെ രാജാക്കന്മാരുടെയും അവർ തമ്മിൽ നടത്തിയ യുദ്ധങ്ങളുടെയും ഒരു ലിസ്റ്റ്? ഒന്ന് ആലോചിച്ചു നോക്കിയേ. ശരിക്കും അതാണോ ചരിത്രം? ശരി, നമുക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. ഏതൊരു വിഷയം പഠിക്കാൻ തുടങ്ങുമ്പോഴും അതിന്റെ ബേസിക്സ് എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം, അല്ലേ? അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ചരിത്രം എന്നാൽ ശരിക്കും എന്താണ് എന്ന് നോക്കാം. ഹിസ്റ്ററി എന്ന വാക്കുണ്ടല്ലോ, അത് വന്നത് ഹിസ്റ്റോറിയ എന്നൊരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയുമോ? അന്വേഷണം എന്നാണ്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, നമ്മളിവിടെ വെറുതെ കഥ കേൾക്കാനിരിക്കുകയല്ല, നമ്മൾ ഒരുമിച്ച് ഒരു അന്വേഷണം നടത്താൻ പോവാണ്. സത്യം കണ്ടെത്താനുള്ള ഒരു യാത്ര. പണ്ടുകാലത്ത് അരിസ്റ്റോട്ടലിനെ പോലുള്ള വലിയ ചിന്തകരൊക്കെ ചരിത്രത്തെ കണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു: മാറ്റമില്ലാത്ത ഇന്നലകളുടെ ഒരു ശേഖരം. അതായത് പണ്ട് നടന്ന കാര്യങ്ങൾ അതേപോലെ ഒരു മാറ്റവുമില്ലാതെ രേഖപ്പെടുത്തുക. ഇതായിരുന്നു ചരിത്രത്തെക്കുറിച്ചുള്ള അന്നത്തെ ഒരു ക്ലാസിക്കൽ ഐഡിയ. പക്ഷെ നോക്കൂ, കാലം മാറിയപ്പോൾ ഈ ചിന്തയും മാറി. E.H. കാർ എന്നൊരു ആധുനിക ചരിത്രകാരൻ പറഞ്ഞത് കേൾക്കണം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ചരിത്രം എന്ന് പറയുന്നത് ഭൂതകാലവും വർത്തമാനകാലവും തമ്മിലുള്ള ഒരിക്കലും തീരാത്ത ഒരു സംഭാഷണമാണ്. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ചരിത്രം ജീവനുള്ള ഒന്നാണ്. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളനുസരിച്ച് അതിന്റെ അർത്ഥങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഇനിതാ വേറൊരു കാഴ്ചപ്പാട്, തോമസ് കാർലൈലിന്റേത്. അദ്ദേഹം പറയുകയാണ്, ചരിത്രം മഹാന്മാരായ മനുഷ്യരുടെ ജീവചരിത്രമാണ് എന്ന്. അതായത് നെപ്പോളിയനെ പോലെ, അലക്സാണ്ടറെ പോലെയുള്ള വലിയ വ്യക്തികൾ എങ്ങനെ ലോകത്തെ മാറ്റിമറിച്ചു എന്നതിലാണ് ഫോക്കസ്. അപ്പൊ നമുക്ക് വ്യക്തമായി, ചരിത്രത്തിന് ഒരൊറ്റ നിർവചനമില്ല, പല രീതിയിൽ അതിനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ചരിത്രകാരൻ എങ്ങനെയാണ് ഈ ഭൂതകാലത്തെക്കുറിച്ച് പഠിക്കുന്നത്? അവർക്ക് അതിനായി ചില പ്രത്യേക ടൂൾസും മെത്തേഡ്സും ഒക്കെ ഉണ്ട്. അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്, ചരിത്രകാരന്റെ ടൂൾ കിറ്റ്. ഹിസ്റ്റോറിയോഗ്രഫി. ഈ വാക്ക് എല്ലാവരും ഒന്നോർത്തുവെക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചരിത്രം എങ്ങനെയാണ് എഴുതപ്പെട്ടത്, ഏത് രീതികൾ ഉപയോഗിച്ചു, ആരാണ് എഴുതിയത് എന്നതിനെക്കുറിച്ചുള്ള പഠനമാണിത്. ഒരേ സംഭവം തന്നെ പല ചരിത്രകാരന്മാർ പല രീതിയിൽ എഴുതുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ഈ പഠനം നമ്മളെ സഹായിക്കും. ചരിത്ര പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടൂൾസാണ് പ്രൈമറി സോഴ്സസും സെക്കൻഡറി സോഴ്സസും. അതായത് പ്രാഥമിക ഉറവിടങ്ങളും ദ്വിതീയ ഉറവിടങ്ങളും. ഒരു ഡിറ്റക്റ്റീവ് തെളിവുകൾ ശേഖരിക്കുന്നത് പോലെയാണ് ഒരു ചരിത്രകാരൻ ഇവയെ കാണുന്നത്. എന്താണ് ഈ പ്രൈമറി സോഴ്സസ്? നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന തെളിവുകളാണത്. ഉദാഹരണത്തിന് അന്നത്തെ കാലത്തെ നാണയങ്ങൾ, കല്ലുകളിൽ കൊത്തിവെച്ച എഴുത്തുകൾ, പഴയ കെട്ടിടങ്ങളുടെ ബാക്കി പത്രങ്ങൾ, പിന്നെ ഒറിജിനൽ ഡോക്യുമെന്റ്സ്, ഇവയെല്ലാം. ഇവയൊക്കെ ആ കാലഘട്ടത്തോട് നേരിട്ട് സംസാരിക്കുന്നവയാണ്, അല്ലേ? എന്നാൽ സെക്കൻഡറി സോഴ്സസ് അങ്ങനെയല്ല. അത് ഈ പ്രൈമറി സോഴ്സസിനെ വിശകലനം ചെയ്ത് തയ്യാറാക്കുന്നവയാണ്. നമ്മളിപ്പോൾ വായിക്കുന്ന ചരിത്ര പുസ്തകങ്ങൾ, കാണുന്ന ഡോക്യുമെന്ററികൾ, ജീവചരിത്രങ്ങളൊക്കെ ഇതിൽപ്പെടും. അതായത് ഒരു സംഭവത്തെക്കുറിച്ച് മറ്റൊരാൾ എന്ത് മനസ്സിലാക്കി എന്ന വ്യാഖ്യാനമാണ് നമുക്കിതിലൂടെ കിട്ടുന്നത്. ശരി, അപ്പോ ചരിത്രം എന്താണെന്നും അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും നമുക്കിപ്പോൾ ഒരു ധാരണയായി. ഇനി നമുക്ക് നമ്മുടെ ഈ കോഴ്സിന്റെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാം, ഇസ്ലാമിക ചരിത്രം. എന്താണ് ഇസ്ലാമിക ചരിത്രം, അല്ലെങ്കിൽ താരിഖുൽ ഇസ്ലാം? ഇത് കേവലം ഒരു മതത്തിന്റെ മാത്രം ചരിത്രമല്ല. 7-ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ നിന്ന് തുടങ്ങി ഒരു വശത്ത് സ്പെയിൻ മുതൽ മറുവശത്ത് ഇന്ത്യ വരെ വ്യാപിച്ച ഒരു വലിയ സംസ്കാരത്തെക്കുറിച്ചുള്ള പഠനമാണിത്. ആ സംസ്കാരം ലോകത്തിന് നൽകിയ ശാസ്ത്രീയവും കലാപരവുമായ സംഭാവനകളെക്കുറിച്ചുള്ള പഠനം കൂടിയാണ്. ഇസ്ലാമിക സംസ്കാരം ലോകത്തിന് നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല. യൂറോപ്പൊക്കെ ഇരുണ്ട യുഗം എന്ന് പറയുന്ന കാലഘട്ടത്തിലായിരുന്നപ്പോൾ ലോകത്ത് അറിവിന്റെയും ശാസ്ത്രത്തിന്റെയും വെളിച്ചം കെടാതെ സൂക്ഷിച്ചത് ഇസ്ലാമിക ലോകമായിരുന്നു എന്ന് പറയാം. ഈ കാണുന്ന പേരുകൾ നോക്കിയേ: ഇബ്നു സീന, അൽ ഖവാറസ്മി, ജാബിർ ഇബ്നു ഹയ്യാൻ. ഇവരൊക്കെ ഇതിലെ ചില പേരുകൾ മാത്രം. വൈദ്യശാസ്ത്രത്തിൽ ഇബ്നു സീനയുടെ ദ കാനൻ ഓഫ് മെഡിസിൻ എന്ന പുസ്തകം അത് നൂറ്റാണ്ടുകളോളം യൂറോപ്പിലെ മെഡിക്കൽ കോളേജുകളിൽ വരെ പഠിപ്പിച്ചിരുന്നതാണ്. പിന്നെ അൽ ഖവാറസ്മി, നമ്മളിന്ന് കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന ആൽഗോറിതം എന്ന വാക്ക് കേട്ടിട്ടില്ലേ? അത് വന്നത് ഇദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ്. കണ്ടില്ലേ?
ശാസ്ത്രത്തിൽ മാത്രമല്ലാട്ടോ, കലയുടെ കാര്യത്തിലും ഇസ്ലാമിക ലോകം ഗംഭീര സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാലിഗ്രഫി. ഖുർആനിലെ വചനങ്ങൾ അതിമനോഹരമായി എഴുതുന്ന ഈയൊരു കലാരൂപം. നമ്മൾ താജ്മഹലിലും കുത്തബ്മിനാറിലുമൊക്കെ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടില്ലേ? ഇത് വെറുമൊഴി എഴുത്തല്ല, ഒരു ആരാധനയുടെ ഭാഗം കൂടിയായിരുന്നു അവർക്ക്. ഓക്കെ, അപ്പോൾ ഈ ചരിത്രമെല്ലാം നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? തീർച്ചയായും അക്കാലത്തെ പ്രമുഖരായ ചരിത്രകാരന്മാരിലൂടെ. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില പേരുകളാണ് നമ്മൾ അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഇബ്നു ഖൽദൂൻ. അദ്ദേഹത്തെ സോഷ്യോളജിയുടെ പിതാവ് എന്നുവരെ വിളിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, സമൂഹങ്ങൾ എങ്ങനെ ഉയരുന്നു, എങ്ങനെ തകരുന്നു എന്നൊക്കെ ശാസ്ത്രീയമായി പഠിക്കാൻ ശ്രമിച്ച ആദ്യത്തെ ചിന്തകരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അതുപോലെ അൽ തബരി, ഇന്ത്യയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച അൽ ബിറൂണി, പിന്നെ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ചരിത്രകാരനായ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം, ഇവരെല്ലാം ഈ ചരിത്രത്തെ നമുക്കുവേണ്ടി കാത്തുസൂക്ഷിച്ചവരാണ്. അപ്പോ നമ്മുടെ ഈ ആദ്യത്തെ ക്ലാസിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരു സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനം, സമർപ്പണം എന്നൊക്കെയാണ്. ഏകനായ ദൈവത്തിലുള്ള വിശ്വാസം, അതിനെ തൗഹീദ് എന്ന് പറയും. പിന്നെ മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം. ഇവയാണ് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലകൾ. ഈ സംസ്കാരത്തെ രൂപപ്പെടുത്തിയ 5 അടിസ്ഥാന അനുഷ്ഠാനങ്ങളാണ് ഈ കാണുന്നത്. വിശ്വാസപ്രഖ്യാപനം, ദിവസേനയുള്ള പ്രാർത്ഥന, സക്കാത്ത് അഥവാ ദാനധർമ്മം, നോമ്പ്, പിന്നെ മക്കയിലേക്കുള്ള തീർത്ഥാടനം. ഈ 5 തൂണുകൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെയും അതുവഴി ഒരു സമൂഹം മുഴുവനെയും സ്വാധീനിക്കുന്നു. ഇവയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ അടിത്തറ എന്നു പറയാം. അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ആദ്യത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. ചരിത്രം എന്താണെന്ന് നമ്മൾ കണ്ടു. ഇസ്ലാമിക ചരിത്രത്തിന്റെ വിശാലമായ ലോകത്തേക്ക് ഒരു വാതിൽ തുറക്കാനും നമുക്ക് കഴിഞ്ഞു. പോകുന്നതിനു മുൻപ് ഞാൻ നിങ്ങൾക്കൊരു ചിന്ത തരാം. എങ്ങനെയാണ് ഒരു പ്രത്യേക സംസ്കാരത്തിന്റെ സംഭാവനകൾ, അത് ശാസ്ത്രത്തിലായാലും കലയിലായാലും, ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നത്? അടുത്ത തവണ കാണുന്നതുവരെ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ.